ഫ്രണ്ട്സ്, ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ അയാൾക്ക് വിഷം കൊടുക്കണമെന്ന് ആവശ്യമില്ല. അയാളുടെ മനസ്സിലേക്ക് ചില മോശം ചിന്തകളെ വിതച്ചാൽ മതി. ഇതിലൂടെ അയാളുടെ ലൈഫ് പതിയെ ഇല്ലാതാകും. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈ 13 ശീലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇനിയും ലൈഫിൽ മുന്നേറാതെ ഇരിക്കുന്നത് എന്ന്. അതിനു മുന്നേ ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാറുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക. അതാണ്, എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ? മറ്റുള്ളവരെ എന്ത് വിചാരിക്കും? ഞാൻ ചെയ്താൽ ഇത് തെറ്റിപ്പോകുമോ? ഈ 3 ചോദ്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒന്നാമത്തെ ട്രാപ്പ്. 100% ഞാൻ പെർഫെക്റ്റായി മാത്രമേ തുടങ്ങൂ എന്ന് വിചാരിക്കാതെ ഫസ്റ്റ് 40% പെർഫെക്ഷനോട് കൂടിയിട്ട് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുക. ഓൺ ദ ഫ്ലോയിൽ അത് നിങ്ങൾക്ക് 100% ആക്കാൻ സാധിക്കും. ഈ 13 ശീലങ്ങളിൽ ഏതെങ്കിലും ഒരു ശീലം നിങ്ങളിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, നോട്ട് ആസ്കിങ് ഫോർ ഹെൽപ്പ്. ആരോടും സഹായം ചോദിക്കാതെ ഇരിക്കുന്നത്. എല്ലാം ഞാൻ തന്നെ ചെയ്യും, എനിക്കാരുടെയും സഹായം വേണ്ട എന്നുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു രീതിയിലുള്ള ഈഗോ ആണ്. മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നത് അതൊരു ബലഹീനതയല്ല, അത് നിങ്ങളുടെ സമയത്തെ സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ്. ശരിയായ സമയത്ത് ഒരു എക്സ്പേർട്ടിൽ നിന്ന് നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ 5 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെ നിങ്ങൾക്ക് വെറും 1 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഒരാളുടെ എക്സ്പീരിയൻസിനെ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മൂവാണ്. ഫ്രണ്ട്സിന് നിങ്ങൾക്കാണെങ്കിലും ലൈഫിൽ ഒരു ഗ്രോത്ത് വേണം, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് മാറണം, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾക്കിതിനായിട്ട് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ഗ്രോത്തിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്നാൽ ഇവിടെ നിങ്ങളെ ഡെയിലി പുഷ് ചെയ്ത് ഡിസിപ്ലിൻഡ് ആക്കാനും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഗ്രോത്ത് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്ത് അത് ഉറപ്പുവരുത്താനുമായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ മനസ്സിലെ ആശങ്കകൾ, സംശയങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ മെൻറ്ററോട് പങ്കുവയ്ക്കാനും സാധിക്കും. ഇതിനു പുറമെ നിങ്ങളുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ, ഓവറോൾ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ്ങും നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ഗ്രോത്തിനായിട്ട് ഒരു പ്രോപ്പർ മെൻറ്റർ സപ്പോർട്ട് എടുക്കുന്നത് അതൊരിക്കലും വേസ്റ്റ് ഓഫ് ടൈമോ വേസ്റ്റ് ഓഫ് മണിയോ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇതിലൂടെ നിങ്ങളുടെ ലൈഫ് 10x വേഗത്തിൽ ബെറ്റർ ആകും. സോ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്പർ 2, സീക്കിംഗ് എക്സ്റ്റേണൽ വാലിഡേഷൻ. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയാണ്. ഒരു ഷർട്ട് എടുത്താൽ പോലും ഒരു 10 പേരോട് അത് എങ്ങനെയുണ്ടെന്ന് നമ്മൾ ചോദിക്കും. നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരെയും അവർ നൽകുന്ന ലൈക്സ് ആൻഡ് കമൻസിനെയും ആശ്രയിച്ചാണ് ഉള്ളതെങ്കിൽ അപ്പോൾ നിങ്ങൾ അവരുടെ ഒരു അടിമയായിട്ട് മാറും. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ സെൽഫ് വർത്തിനെ ടോട്ടലി ഡെസ്ട്രോയ് ചെയ്യും. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി ഫ്രണ്ട്സ്. അത് മറ്റുള്ളവരോട് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ സെൽഫ് വർത്തിനെ തീരുമാനിക്കേണ്ടത് അത് നിങ്ങളായിരിക്കണം, ഒരിക്കലും മറ്റുള്ളവരായിരിക്കരുത്. നമ്പർ 3, ദ സങ്ക് കോസ്റ്റ് ഫാലസി. അനാവശ്യമായിട്ടുള്ള ടോളറൻസ്. നിങ്ങൾ ഒരു തെറ്റായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് വർഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും നിങ്ങൾക്കതിനെ വിടാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങളെല്ലാം സഹിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ പേരാണ് സങ്ക് കോസ്റ്റ് ഫാലസി. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമയത്ത് ഇനി നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ഭാവി കാലത്തെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും. സോ ഒരു കാര്യം നിങ്ങളെ മെൻ്റലി ഫിസിക്കലി ഹെർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നമ്പർ 4, ഇൻഫർമേഷൻ ഹോർഡിങ്. രാവിലെ മുതൽ നൈറ്റ് വരെ നിങ്ങൾ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസിൽ കാണുന്നുണ്ടായിരിക്കും, നല്ല ബുക്സ് വായിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ എടുത്തു വയ്ക്കുന്നുണ്ടായിരിക്കില്ല. ഇതിനെ ഫേക്ക് പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. നിങ്ങൾ എത്ര കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ പഠിച്ച എത്ര കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കാത്ത അറിവ് വെറുതെ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസിന് സമാനമാണ്. നമ്പർ 5, ലിവിങ് ഇൻ ദ പാസ്റ്റ്. അവനെന്ന് എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നെ അവൻ ചതിച്ചു. ഇങ്ങനെ നിങ്ങൾ പഴയ തന്നെ ഓർത്ത് ജീവിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഫുളിഷ്നെസ്സാണ്.
നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലം എന്നുള്ളത് കാറിലുള്ള റിയർ വ്യൂ മിററിനെ പോലെ ആയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് മാത്രം പിറകിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ നോക്കാനല്ലാതെ എപ്പോഴും അതിലേക്ക് തന്നെ നോക്കി വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത് വലിയ അപകടങ്ങളെ വിളിച്ചു വരുത്തും. എപ്പോഴും പഴയ കഷ്ടതകളെ ഓർത്ത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അപ്പോൾ പുതിയ സന്തോഷങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല. നമ്പർ 6, ടോക്സിക് പോസിറ്റിവിറ്റി. എപ്പോഴും പോസിറ്റീവായിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ആപത്തായി മാറാം. മനസ്സിൽ വലിയ രീതിയിൽ വിഷമമുള്ളപ്പോൾ പുറമേക്ക് ചിരിച്ചു കാണിക്കുന്നത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ സപ്രസ് ചെയ്യും തോറും നിങ്ങളിലെ ടെൻഷൻസ്, വറീസ് ഇതൊക്കെ വർദ്ധിക്കും. അവസാനം വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് അത് നിങ്ങളെ നയിക്കും. സോ വിഷമം വന്നാൽ കരയുക, ദേഷ്യം വന്നാൽ അത് പ്രകടമാക്കുക. പക്ഷെ ഇതെല്ലാം നിങ്ങൾ തനിച്ചായിരിക്കണം ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങളുടെ ഫീലിങ്സിനെ സപ്രസ് ചെയ്യരുത്. നമ്പർ 7, പീപ്പിൾ പ്ലീസിങ്. നിങ്ങളുടെ മനസ്സിന് തോന്നും വേണ്ട എന്ന്, എന്നാൽ പുറമേ നിങ്ങൾ ഓക്കെ എന്ന് പറയും. ബിക്കോസ് മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള ഭയം നിങ്ങളിലുണ്ടായിരിക്കും. ഫ്രണ്ട്സ് നിങ്ങളുടെ സമയത്തെ എല്ലാവർക്കും കൊടുത്തിട്ട് അവസാനം നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ള സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കില്ല. എല്ലാവരോടും നല്ലവനായിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. അവസാനം നിങ്ങളുടെ ഐഡൻറ്റിറ്റി തന്നെ നിങ്ങൾക്ക് നഷ്ടമാകും. നമ്പർ 8, കമ്പയറിങ് യുവർ ചൈൽഡ് സെൽഫ്. ഞാൻ സ്കൂളിൽ ടോപ്പറായിരുന്നു, എന്നാൽ ലൈഫിൽ എവിടെയും എത്തിയില്ല എന്ന് ചിന്തിച്ച് പഴയ കാര്യങ്ങളെ ഓർത്ത് ജീവിക്കുന്ന ഈ ഒരു മൈൻഡ് സെറ്റ്. ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ ആരായിരുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. നേരെ മറിച്ച് ഇന്ന് നിങ്ങൾ ആരാണ്, ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇതാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. പഴയ കാര്യങ്ങളെ പറ്റി തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. നമ്പർ 9, വിക്ടിം മെൻറ്റാലിറ്റി. ഞാൻ ദരിദ്രനാണ്, എനിക്കതിനുള്ള സാഹചര്യമില്ല, ഗവൺമെൻറ് ശരിയല്ല. ഇത്തരത്തിൽ എപ്പോഴും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാൻ വളരെ ഈസിയാണ്. എന്നാൽ ഈ ഒരു ബ്ലെയിം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് വളരെ മോശമായിരിക്കും, ബട്ട് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അത് നിങ്ങളുടെ തീരുമാനങ്ങളിലാണ് ഇരിക്കുന്നത്. ഫ്രണ്ട്സ്, ബ്ലെയിം ചെയ്യുന്നവർ എവിടെയും എത്തില്ല. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവർക്ക് മാത്രമേ ലൈഫിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ബി റെഡി ടു മൂവ് ഓൺ. നമ്പർ 10, ദ വൺ ഡേ മിത്ത്. എനിക്കായിട്ട് ഒരു ദിവസം വരും, അന്ന് ഞാൻ രാവിലെ നേരത്തെ എണീക്കും, വർക്കൗട്ട് ചെയ്യും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ആ ഒരു സം ഡേ എന്നുള്ള ആ ഒരു ദിവസം നമ്മളുടെ കലണ്ടറിൽ എവിടെയും ഇല്ല. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയ സ്റ്റെപ്സാണ് നാളത്തെ നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കുന്നത്. സോ ശരിയായ സമയത്തിനായി വെയിറ്റ് ചെയ്യുന്നവർക്ക് ലൈഫിലൊന്നും നേടാൻ സാധിക്കില്ല. ആക്ഷൻ എടുക്കുന്നവർക്ക് മാത്രമേ ലൈഫിൽ മുന്നേറി പോകാൻ സാധിക്കുകയുള്ളൂ. നമ്പർ 11, സെൽഫ് ക്രിറ്റിസിസം. ഞാനൊരു മണ്ടനാണ്, എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം വിമർശിക്കുകയാണെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ ആരാണ് നിങ്ങളെ വിശ്വസിക്കുക? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെ പെട്ടെന്ന് വിശ്വസിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഈ ലോകം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത് അതെപ്പോഴും നിങ്ങൾ തന്നെ ആയിരിക്കണം. നമ്പർ 12, മൾട്ടി ടാസ്കിംഗ് ഇല്യൂഷൻ. ഒരേ സമയത്ത് ഫോണിൽ സംസാരിക്കുന്നു, ടൈപ്പ് ചെയ്യുന്നു, TV കാണുന്നു, ഇങ്ങനെ 10 കാര്യങ്ങൾ ഒരേ സമയം ചെയ്ത് ഞാൻ വളരെ ബിസിയാണെന്ന് നിങ്ങൾക്ക് പറയാം. എന്നാൽ റിയാലിറ്റി എന്താണെന്നാൽ നിങ്ങളുടെ ബ്രെയിൻ ഒരു വർക്കിൽ നിന്ന് മറ്റൊരു വർക്കിലേക്ക് ഡിസ്ട്രാക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇതിലൂടെ നിങ്ങളുടെ വർക്കിൻ്റെ എഫിഷ്യൻസി കുറയും, നിങ്ങളുടെ ബ്രെയിൻ പെട്ടെന്ന് ടയേർഡാകും. സോ ഒരു സമയത്ത് ഒരൊറ്റ വർക്ക് 100% ഫോക്കസോട് കൂടി ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. നമ്പർ 13, ഫിക്സേറ്റിംഗ് ഓൺ സ്ട്രെങ്ത്. എനിക്ക് ഇതേ അറിയൂ, ഇത് മാത്രമേ എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കൂ. ഇത്തരത്തിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ നിങ്ങൾ പല കാര്യങ്ങളോടും ഫിക്സഡ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. കാലത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പതിയെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും. നോക്കിയ പോലെയുള്ള വലിയ കമ്പനീസ് കാലത്തിനനുസരിച്ച് മാറാത്തതുകൊണ്ടാണ് അവർ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോയത്. സോ നിങ്ങളുടെ ബലഹീനതകളെ മനസ്സിലാക്കി അതിനെ നിങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.